അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഹോംവർക്ക് തന്നിരുന്നു. ഹോംവർക്കിൻ്റെ ആൻസറാണിത്. 0.625 വരും. അപ്പോൾ നിങ്ങൾ കുറച്ച് എന്താ പറയുക, ഇവിടെ എടുക്കുന്ന ഈ പോയിന്റുകളുടെയൊക്കെ എണ്ണത്തിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് 0.635 അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും കേട്ടോ. ഏകദേശം ഈ ഒരു നമ്പറിന് അടുത്ത് കിട്ടുകയാണെങ്കിൽ അത് കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. The coefficient of rank correlation of the marks obtained by 10 students in statistics and accountancy was 0.2. ഓക്കെ, രണ്ട് സബ്ജക്റ്റുകൾ തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ തന്നിട്ടുണ്ട്. It was later discovered that the difference in the ranks in the two subjects of one of the students was wrongly taken as 7 instead of 9. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്, ഒരാളുടെ റാങ്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 9 പകരം എന്താ എടുത്തിട്ടുള്ളത്, 7 ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, തെറ്റായിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തത്. കാരണം ഒരാളുടെ റാങ്ക് ശരിക്കും എന്താണ് 9 ആയിരുന്നു, പക്ഷെ എന്താണ് എടുത്തിട്ടുള്ളത്, 7 ആണ് എടുത്തിട്ടുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ 7 ആണ് എടുത്തിട്ടുള്ളത്. ഫൈൻഡ് ദ കറക്റ്റ് റിസൾട്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി, കറക്റ്റ് റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ ഇവിടെ റിപ്പീറ്റഡ് ആണെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. കോഎഫിഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ റിപ്പീറ്റഡ് ആണെന്ന് പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ഇക്വേഷന്, റിപ്പീറ്റഡ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, ഇതാണ് അല്ലേ. 1 - 6 sigma d square by n into n square minus 1. ഓക്കെ, അതിലെന്താണ് n എന്ന് പറഞ്ഞാൽ എത്ര ഡാറ്റ തന്നിട്ടുണ്ട്, d എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മേഷൻ d സ്ക്വയർ പറഞ്ഞാൽ റാങ്കുകളുടെ ഡിഫറൻസിൻ്റെ സ്ക്വയർ അല്ലേ. d സ്ക്വയർ പറഞ്ഞാൽ റാങ്കുകളുടെ ഡിഫറൻസിൻ്റെ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. ഇനി r is equal to 0.2 എന്ന് എഴുതി. 1 - 6 sigma d square by n into n square minus 1 is equal to 0.2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കോഎഫിഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഇതാണ് ഇക്വേഷൻ. 1 - 6 sigma d square by n into n square minus 1 എന്താ കിട്ടുന്നത്, 0.2 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ 0.2 ഇല്ലേ, അതായത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് 1 - 6 sigma d square by n into n square minus 1 is equal to 0.2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അറിയോ, ഈ 0.2ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ ഒരു ടേമിന് എന്ത് ചെയ്യുക അപ്പുറത്തേക്ക് കൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 - 0.2 is equal to 6 sigma d square by n into n square minus 1. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക, 1 - 0.2 എന്ത് കിട്ടും, 0.8 is equal to 6 sigma d square by n into n square minus 1. ഓക്കെ, ക്ലിയർ ആയില്ലേ. അപ്പോൾ വീഡിയോ ആൻസർ എഴുതിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇത്ര എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ബാക്കി കൂടെ കൊടുക്കാം കേട്ടോ. ഇവിടെ നോക്ക്, നമുക്ക് എന്താ തന്നിട്ടുണ്ട് അല്ലേ, എന്താ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്, ക്വസ്റ്റ്യൻ നോക്ക്. 10 സ്റ്റുഡൻസ് അല്ലേ, മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 10 സ്റ്റുഡൻസ്. അപ്പോൾ എന്താണ് 10 ആണ്. അപ്പോൾ 0.8 is equal to 6 sigma d square by n into n square minus 1. എന്താ 10 into 10 square minus 1 എന്താ കിട്ടുക, 10 square minus 1, അതായത് 100 minus 1 is equal to 99. 10 into 99. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.8 into 6 sigma d square divided by 990. ഇനി എന്ത് ചെയ്ത് ഇങ്ങോട്ട് ഗുണിക്കുക അല്ലേ, 0.8 into 990 is equal to 6 sigma d square. 0.8 into 990 is equal to 792 is equal to 6 sigma d square. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇത്ര എഴുതാം കേട്ടോ. നിങ്ങൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 792 is equal to 6 sigma d square. ഇതുവരെ എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയില്ലേ, 792 വരെ എഴുതി. ഇനി നോക്ക്,
നമുക്ക് എന്താ കിട്ടിയത് 6 സിഗ്മ ഡി സ്ക്വയർ ഈക്വൽ 792 ആണ് അല്ലേ. അതിൽ സമ്മേഷൻ ഡി സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 6നെ എന്ത് ചെയ്താൽ മതി, ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി അല്ലേ, ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 792 ഇത് ഡിവൈഡഡ് ബൈ നാട്ടോ, ഡിവൈഡഡ് ബൈ 6 ഈക്വൽ 132. അതുവരെ എഴുതി. ഈ സ്റ്റെപ്പ് എഴുത്, ഈ സ്റ്റെപ്പ്. ഓക്കെ 132. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഇനി ഇവിടെ നോക്ക്, നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ, ശരിക്കും വേണ്ടത് രണ്ട് റാങ്കുകളുടെ ഡിഫറൻസ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്ക് വായിക്കുമ്പോൾ, ഇറ്റ് വാസ് ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് ദ ഡിഫറൻസ് ഇൻ റാങ്ക്സ് ഇൻ ദ 2 സബ്ജക്റ്റ് ഓഫ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് വാസ് റോങ്ലി ടേക്കൺ ആസ് 7 ഇൻസ്റ്റെഡ് ഓഫ് 9. അതായത് രണ്ട് കുട്ടികളുടെ റാങ്കിൻ്റെ ഡിഫറൻസ് ഏതോ ഒരു സബ്ജക്റ്റ് ഏതോ ഒരു കുട്ടീൻ്റെ രണ്ട് സബ്ജക്റ്റിൻ്റെ റാങ്കിൻ്റെ ഡിഫറൻസ്. ശരിക്കും റാങ്ക് ഡിഫറൻസ് ഇവിടെ ശ്രദ്ധിക്കും, നിങ്ങൾക്ക് ക്ലിയർ ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഇപ്പോൾ നമ്മളിവിടെ റാങ്ക് ഡിഫറൻസ് എടുത്തൂലേ, ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്, അതല്ല. റാങ്ക് ഡിഫറൻസ് എടുത്തു, എന്താണ് 5 ആണല്ലേ, ശരിക്കും 5 ആണ്. പക്ഷേ ഈ 5ന് പകരം ഞാൻ എന്തെടുത്തു, 7 എടുത്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് പ്രോബ്ലം ചെയ്തു, മനസ്സിലായോ? ശരിക്കും വരേണ്ടത് 5 ആയിരുന്നു, പക്ഷെ എന്താ ഇത് 7 എടുത്തിട്ട് ചെയ്തു. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എന്താണ്, ശരിക്കും വരേണ്ടത് 9 ആയിരുന്നു, പക്ഷെ എന്താ എടുത്തിട്ട് ചെയ്തത്, 7 ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഡി എന്താണ്, ശരിക്കുമുള്ള ഡി എന്ന് പറയുന്നത് എന്താണ്, 9 ആണ്. പക്ഷെ എന്താ എടുത്തത്, 7 ആണ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്ക്, സമ്മേഷൻ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഡിയും കുറേ ഡി ഉണ്ടാവില്ലേ, ആ ഡീൻ്റെയൊക്കെ സ്ക്വയർ കണ്ട് സമ്മ് ചെയ്യുമ്പോഴാണ് നമുക്ക് സമ്മേഷൻ ഡി സ്ക്വയർ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, സമ്മേഷൻ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 132 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് പറഞ്ഞു, കുറേ ഡികൾ ഉണ്ടല്ലേ, ആ ഡികളിൽ ഒരു നമ്പർ 7 ആണ് നമ്മൾ എടുത്തത്. പക്ഷെ ശരിക്കും എടുക്കണ നമ്പർ എന്തായിരുന്നു, 9 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് 132 കിട്ടുക. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയറുകൾ അല്ലേ, മനസ്സിലായില്ലേ? ഓരോന്നിൻ്റെയും ഡി സ്ക്വയർ, സമ്മേഷൻ ഡി സ്ക്വയർ 132. അപ്പോൾ നോക്ക്, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എല്ലാം കൂട്ടിയെന്ന് ഈ 7ൻ്റെ സ്ക്വയർ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് 9ൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ പോരെ. നമ്മൾ വേണ്ടാതെ നമ്മൾ അറിയാതെ എടുത്തതാണ് ഈ 7 അല്ലേ, അപ്പോൾ അതിൻ്റെ സ്ക്വയറും കൊണ്ട് ഇത് കൂടെ ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇനി പക്ഷേ 7 വേണ്ട, അപ്പം എന്ത് ചെയ്യുക, 7ൻ്റെ സ്ക്വയർ ഒഴിവാക്കുക, എന്നിട്ട് പകരം എന്താണ്, ശരിക്കുള്ള ആൾ 9 ആണല്ലേ, 9ൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. കറക്റ്റ് സമ്മേഷൻ ഡി സ്ക്വയർ ഈക്വൽ ടു 132 മൈനസ് 7 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. സംശയമില്ലല്ലോ, നമ്മൾ തെറ്റായി എടുത്തിട്ടുള്ള ആളെന്ത് ചെയ്തു, കുറച്ചു, എന്നിട്ട് ശരിയായ ആളെ സ്ക്വയർ എന്ത് ചെയ്തു, കൂട്ടി. ഓക്കെ, തെറ്റായിട്ടുള്ള ആളെ സ്ക്വയർ എന്ത് ചെയ്തു, കുറച്ചു, ശരിയായ സ്ക്വയർ എന്ത് ചെയ്തു, കൂട്ടി. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് ആൻസർ ചെയ്യുക. 132 മൈനസ് 7 സ്ക്വയർ പ്ലസ് 132 മൈനസ് 49 പ്ലസ് 81. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 164 ആണ്. 164. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കറക്റ്റ് സമ്മേഷൻ ഡി സ്ക്വയർ 164. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് 3 എഴുതിയിട്ടുണ്ടാവും, എഴുതിയില്ലേ? ഓക്കെ, എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കറക്റ്റ് ഡി സ്ക്വയർ കിട്ടി. അപ്പോൾ നമ്മൾ കറക്റ്റ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അല്ലേ, നമ്മൾ കറക്റ്റ് കാണുക, നമ്മൾ യഥാർത്ഥ വാല്യൂ കൊടുത്തിട്ട് കറക്റ്റ് കാണുകയാണ്. അപ്പോൾ ഇക്വേഷൻ എഴുതി 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇവിടെ 6 ഉണ്ട്, നമുക്കറിയാം n 10 ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ സമ്മേഷൻ ഡി സ്ക്വയർ പറഞ്ഞാൽ 164 ആണ്, എല്ലാം അറിയാം അല്ലേ, അതെല്ലാം കൊടുത്തു, കിട്ടും 0.01. അപ്പോൾ കറക്റ്റ് എന്താണ്, 0.01. വീഡിയോ പോസ് ചെയ്തിട്ട് ലാസ്റ്റ് 2 സ്റ്റെപ്പ് എഴുതാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇല്ലെങ്കിൽ ഇത് നിങ്ങളൊന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും കേട്ടോ. അപ്പം മെറിറ്റ്, ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്. എന്താണ്, റാങ്ക് കോറിലേഷൻ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് എഴുതിയാൽ മതി എക്സാമിന്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നമുക്ക് കിട്ടുന്ന ഡാറ്റ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് ഡിമെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ഓൺലി അപ്രോക്സിമേറ്റ് മെഷർ ആസ് ദ ആക്ച്വൽ വാല്യൂസ് ആർ നോട്ട് യൂസ്ഡ്. അതൊരു അപ്രോക്സിമേറ്റ് മെഷർ മാത്രമാണ്, നമ്മൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആവും എന്ന് പറയുന്ന മെഷർ മാത്രമാണ്.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നമ്മൾ ആക്ച്വൽ വാല്യൂസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും നമ്മൾ റാങ്ക് കൊടുക്കണം. ഒരു കുട്ടിക്ക് 100 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, പക്ഷെ നമ്മൾ എന്താണ് റാങ്ക് കൊടുത്തിട്ടാണല്ലേ, ആ 100 എടുക്കുന്നില്ലല്ലോ, ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് വാല്യൂസ് യൂസ് ചെയ്യുന്നില്ല, അതൊരു ഡീമെറിറ്റ് ആണ്. പിന്നെ അടുത്ത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് കൺവീനിയൻറ്റ് വെൻ എൻ ഈസ് ലാർജ്. ഒരു എൻ ലാർജ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എത്ര ഡാറ്റകൾ എടുക്കുന്നു അതിൽ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത തേർഡ് എന്താണ്, ഫർദർ അൾജിബ്രായിക് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഇതിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒന്നും കൊടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എഴുതാം കേട്ടോ. ഓക്കെ, അടുത്തത് യൂസസ് ഓഫ് കോറിലേഷൻ ആണ്. ഇവിടെ 4 യൂസസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് 4 എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ചു നോക്കുക. എഴുതി വെച്ചോ, അതന്നെ നന്നാവും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളതെന്ന് പറയാം. ഇനി എന്തെങ്കിലും ഡൗട്ട് അതിലുണ്ടെങ്കിൽ ചോദിക്കുക, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേഷനും ഉണ്ട്. ഇത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ എഴുതുക, ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ ജസ്റ്റ് വായിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക, എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എക്സാമിൻ്റെ സമയത്ത് വായിക്കുക, നോട്ടിൽ എഴുതുക. ഞാൻ നിർബന്ധം പറയില്ല എഴുതണം എന്നുള്ളത്, അത് നിങ്ങൾക്ക് ഓരോരുത്തരെയും ഇഷ്ടം അനുസരിച്ച് കേട്ടോ. പ്രോബ്ലം എന്തായാലും എഴുതണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ എത്തിയാൽ മതി, അത്രയും മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ എക്സാമ്പിൾ 28 കേട്ടോ. ഇത് കുറച്ചധികം ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഈ ഒരു പോർഷനൊക്കെ എക്സാമിന് വരാറുണ്ട്. ഫൈൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈഫ് സമ്മേഷൻ എക്സ് വൈ ഈക്വൽ ടു 203, സമ്മേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 400, സമ്മേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 190. ഓക്കെ, നമുക്ക് ഇതേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ ഇല്ല. പക്ഷെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, സമ്മേഷൻ ഡി എക്സ് ഡി വൈ, സമ്മേഷൻ ഡി എക്സ് സ്ക്വയർ, സമ്മേഷൻ ഡി വൈ സ്ക്വയർ വെച്ച് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ഡീവിയേഷൻസ് എടുത്തപ്പോൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, കുറച്ച് മുന്നത്തെയാണ്. മറന്നിട്ടുണ്ടെങ്കിൽ ഇനി ആ പോർഷൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്ക്, അസ്യൂം ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ മീൻ. എക്സ് ആൻഡ് വൈ ആർ ഡീവിയേഷൻസ് ഫ്രം ആക്ച്വൽ മീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുക, അതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും കവി ഉദ്ദേശിക്കുന്നത് അല്ലേ, ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് ഡി എക്സ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ എന്തായാലും ഉദ്ദേശിക്കുന്നത് ഡി വൈ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാണ്, കാരണം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നോക്ക്, അപ്പോൾ നമ്മൾ എന്താണ് എക്സ് ആൻഡ് ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ മീൻ എഴുതി. ഇനി 6 എന്താണ് കോഎഫിഷ്യന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമ്മേഷൻ എക്സ് വൈ ബൈസ് റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സമ്മേഷൻ വൈ സ്ക്വയർ. അതിൽ സമ്മേഷൻ എക്സ് വൈ അല്ലേ, സമ്മേഷൻ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിൽ വിചാരിക്കേണ്ടത്, സമ്മേഷൻ ഡി എക്സ് ഡി വൈ എന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. അതെന്താണ് 203 ആണ്. സമ്മേഷൻ എക്സ് സ്ക്വയർ എന്താണ് 400 ആണ്. സമ്മേഷൻ വൈ സ്ക്വയർ എന്താണ് 203 ആണ്. ഒക്കെ എന്ത് ചെയ്യുക, ഇക്വേഷനിൽ കൊടുക്കുക, എന്ത് കിട്ടും 0.74 കിട്ടും. ആൻസർ എഴുതുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, കാൽക്കുലേറ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫ്രം ഫോളോയിങ് റിസൾട്ട്. എന്തൊക്കെ തന്നിട്ടുള്ളത്, എൻ ഇസ് ഈക്വൽ ടു 10, സമ്മേഷൻ എക്സ് ഈക്വൽ ടു 140, സമ്മേഷൻ വൈ ഈക്വൽ 150, സമ്മേഷൻ എക്സ് മൈനസ് 10 ഇൻറ്റു വൈ മൈനസ് 15 ഈക്വൽ ടു 60. ഓക്കെ, അതേപോലെ സമ്മേഷൻ എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 180, സമ്മേഷൻ വൈ മൈനസ് 15 സ്ക്വയർ ഈക്വൽ ടു 215. അപ്പോൾ നമ്മൾ ഡീവിയേഷൻസ് പഠിച്ചിട്ടില്ലേ, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ടേക്കിംഗ് ഫ്രം ഡീവിയേഷൻസ് എന്ന് പറഞ്ഞിട്ടേ കുറേ പഠിച്ചിട്ടില്ലടാ. അപ്പോൾ അതാണ് ഇവിടെ നോക്കണം കേട്ടോ. നോക്ക്, നമ്മൾ ഫസ്റ്റ് എടുത്തു എക്സ് മൈനസ് 10 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് ഡി എക്സ് ഡി വൈക്ക് എടുത്തിട്ടുള്ളത്, എല്ലാ എക്സ് എന്നും അതിൻ്റെ മീന് മൈനസ് ചെയ്യുന്നതിന് എന്ത് ഡി എക്സ് എന്ന് പറയും. നമ്മൾ പഠിച്ചില്ലേ ഡി എക്സ് ഡി വൈ, ഒന്ന് എടുത്ത് നോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് സമ്മേഷൻ എക്സ് മൈനസ് 10 ഇൻറ്റു വൈ മൈനസ് 15 ഈക്വൽ 60 അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണ്, സമ്മേഷൻ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡി എക്സിന് പകരം എന്താ തന്നിട്ടുള്ളത്, ഡി എക്സിന് പകരം എന്താ തന്നിട്ടുള്ളത്, ഡി എക്സിന് പകരം നമുക്ക് തന്നിട്ടുള്ളത് എക്സ് മൈനസ് 10 ആണ് അല്ലേ. ഓക്കെ, ഡി വൈക്ക് പകരം വൈ മൈനസ് 15, ഡി വൈക്ക് പകരം വൈ മൈനസ് 15. അപ്പോൾ ഇവിടെ ഓരോന്നും നമ്മൾ എഴുതുന്നുണ്ട്. നോക്ക്, എന്താണ് എക്സ് മൈനസ് 10 ഇസ് ഈക്വൽ ടു ഡി എക്സ്, എക്സ് മൈനസ് 10 ഇസ് ഈക്വൽ ടു ഡി എക്സ്, വൈ മൈനസ് 15 ഇസ് ഈക്വൽ ടു ഡി വൈ. ഇനി വീഡിയോ പോസ് ഇത്ര എഴുതാം കേട്ടോ. നമ്മൾ എഴുതാണ്, ലെറ്റസ് ഫൈൻഡ് സമ്മേഷൻ ഡി എക്സ് ആൻഡ് സമ്മേഷൻ ഡി വൈ. അപ്പോൾ നമുക്ക് ഡി എക്സ് എന്താണ് ഡി വൈ എന്താണെന്ന് കിട്ടി. പക്ഷെ ഇവിടെ വൈയും എക്സിനും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് ഒഴിവാക്കണ്ടേ.
അതേപോലെ നോക്ക് സമ്മേഷൻ എക്സ് മൈനസ് 10 സ്ക്വയർ ഈക്വൽ ടു 180. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പറഞ്ഞു എക്സ് മൈനസ് 10 എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ് അല്ലേ. അപ്പം സമ്മേഷൻ എക്സ് മൈനസ് 10 സ്ക്വയർ പറഞ്ഞാൽ എന്താ കിട്ടുക? സമ്മേഷൻ ഡി എക്സ് സ്ക്വയർ ആണ് കിട്ടുക. സംശയമില്ലല്ലോ, ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സമ്മേഷൻ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡി എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ഡി എക്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. എന്താ ഡി എക്സ് എന്നുള്ളത് എഴുതിയത്? നോക്ക്, ഡി എക്സ് എന്താ എഴുതിയത്? എക്സ് മൈനസ് 10 ആണ് ഡി എക്സ്. എക്സ് മൈനസ് 10 എന്ന് പറയുന്നതാണ് ഡി എക്സ്. അപ്പോൾ സമ്മേഷൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഇതല്ലേ ഇതിന് കൊടുക്കുക? സമ്മേഷൻ എക്സ് മൈനസ് 10, സമ്മേഷൻ എക്സ് മൈനസ്. അപ്പം എന്ത് ചെയ്യുക? സമ്മേഷൻ എക്സിന് കൊടുക്കുക, സമ്മേഷൻ എന്തിനും കൊടുക്കുക? 10ന് കൊടുക്കുക അല്ലേ. നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ എക്സ് മൈനസ് സമ്മേഷൻ 10, സമ്മേഷൻ എക്സ് സമ്മേഷൻ 10. ഓക്കെ, എന്താ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ? എക്സ് ഇസ് ഈക്വൽ ടു 1 to n, ഇവിടെയും എക്സ് ഇസ് ഈക്വൽ ടു 1 to n, അതാണ് അല്ലേ. അപ്പോൾ സമ്മേഷൻ എക്സ് എന്താ നമുക്ക് വരണത്? ക്വസ്റ്റ്യൻ നോക്കുക. സമ്മേഷൻ എക്സ് എന്താണ്? 140 ആണ്. അപ്പോൾ സമ്മേഷൻ എക്സ് 140 കൊടുത്തു, മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 to n 10 ആണ് അല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? 10നെ n ടൈംസ് സം ചെയ്യുക. നോക്ക്, സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 to 2 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 20 ആണ്. കാരണം എന്താ? 10ന് എത്ര പ്രാവശ്യം സം ചെയ്യേണ്ടത്? 2 പ്രാവശ്യം, അപ്പോൾ 20 അല്ലേ. ഇവിടെ എന്താണ്? n എന്താ അവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിക്ക് നോക്കുക. n എന്താണ്? 10 ആണ്. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 to 10 എന്ത് ചെയ്യുക? 10 പ്രാവശ്യം സം ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ ചോദിക്കും, ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ഇവിടെ ഓൾറെഡി ഇടാൻ നമുക്ക് സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ 140 തന്നിട്ടുണ്ട്. സമ്മേഷൻ എക്സ് 140 ആണ്. അവിടെ എന്നൊക്കെ ഇവരെന്നെ കൊടുത്തിട്ടാണ് അത് 140 തന്നിട്ടുള്ളത്. നമ്മൾ ഒന്നും ചെയ്യണ്ട. പക്ഷെ ഇവിടെ എന്താണ്? നമുക്ക് സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to 10 ആണ്. 10ന് 10 പ്രാവശ്യം കൊണ്ട് കഴിയുമ്പോൾ 100 കിട്ടും അല്ലേ. 140 മൈനസ് 100 എന്താ കിട്ടുക? 40. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ഡി എക്സ് എന്ത് കിട്ടി? 40 കിട്ടി. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് എഴുതാം കേട്ടോ, ഇത്ര എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? y മൈനസ് 15 is equal to dy ആണ് പറഞ്ഞിട്ടുള്ളത്. y മൈനസ് 15 is equal to dy. അപ്പോൾ സമ്മേഷൻ dy is equal to എന്താ കിട്ടുക? സമ്മേഷൻ y മൈനസ് 15 വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ y മൈനസ് സമ്മേഷൻ 15. എന്താണ് ഇവിടെ വരിക? 1 to എക്സ് ഇസ് ഈക്വൽ ടു 1 to 10. ഇവിടെ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 1 to 10. അതെന്താണ്? n ടൈംസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സമ്മേഷൻ y ക്വസ്റ്റ്യനിലുണ്ട് 150 ആണ്. ഓക്കെ, ഇനി ഇവിടെയോ സമ്മേഷൻ 15 ആണല്ലേ. എന്താണ്? 10 ടൈംസ് ആണല്ലേ. 10 ടൈംസ് പ്ലസ് എന്താ കിട്ടുക? 150. അപ്പോൾ 150 മൈനസ് 150 എന്ത് കിട്ടും? 0. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് എഴുതുക, സംശയമില്ലല്ലോ. എന്താണ്? സമ്മേഷൻ വൈ ക്വസ്റ്റ്യൻ തന്നിരുന്നു 150 എഴുതി. പിന്നെ എന്താ അടുത്തത്? സമ്മേഷൻ 15 ആണ്. ഇവിടെ സമ്മേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ n ആണ് അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 1 to n ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്. 15നെ 10 പ്രാവശ്യം കൂട്ടുക, എന്ത് കിട്ടും? 150. 150 മൈനസ് 150 0. വീഡിയോ പോസ് ചെയ്ത് എഴുതുക കേട്ടോ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി ഇവിടെ കണ്ടോ 0. ഓക്കെ, പോട്ടെ. ഇനി അടുത്തത് നമുക്ക് എന്ത് വേണം? സമ്മേഷൻ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ 60 ആണ് അല്ലേ. കാരണം എന്താണ്? നോക്ക് ഇവിടെ എന്താണ്? എക്സ് മൈനസ് 10 എന്ന് പറഞ്ഞത് നമ്മൾ എടുത്തത് ഡി എക്സ് ആണ് അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 10 ഡി എക്സ്, വൈ മൈനസ് 15 ഡി വൈ. അപ്പോൾ സമ്മേഷൻ ഡി എക്സ് ഡി വൈ എന്താണ്? 60 ആണ്. അതേപോലെ ഇവിടെ നോക്കി എക്സ് മൈനസ് 10, അത് എക്സ് മൈനസ് 10 ഡി എക്സ് ആണ്. സമ്മേഷൻ ഡി എക്സ് സ്ക്വയർ 150 ആണ്. വൈ മൈനസ് 15 എന്ന് പറഞ്ഞാൽ ഡി വൈ ആണ്. അപ്പോൾ വൈ മൈനസ് 15 സ്ക്വയർ പറഞ്ഞാൽ ഡി വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ കിട്ടുക? ഫൈനൽ ആൻസർ 215 കിട്ടും. 215 അല്ല, സമ്മേഷൻ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 60 കിട്ടി. സമ്മേഷൻ ഡി എക്സ് സ്ക്വയർ 180 കിട്ടി.
സമ്മേഷൻ ഡി വൈ സ്ക്വയർ 215 കിട്ടി. ഓക്കെ, മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനിക്ക് കൊടുക്കുക. നമ്മൾ പഠിച്ച ഇക്വേഷനിൽ 6 നമ്മൾ ഇക്വേഷൻ പഠിച്ചില്ലേ, ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓരോന്നും കിട്ടിയില്ല. എൻ കിട്ടി, സമ്മേഷൻ ഡി എക്സ് ഡി വൈ കിട്ടി, സമ്മേഷൻ ഡി എക്സ് കിട്ടി, സമ്മേഷൻ ഡി വൈ കിട്ടി, എല്ലാം കിട്ടി. എല്ലാം കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്നാണ് സമ്മേഷൻ ഡി എക്സ് ഡി വൈ 60 സമ്മേഷൻ ഡി എക്സ് 40 സമ്മേഷൻ ഡി വൈ 0 എല്ലാം കൊടുത്ത് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 0.91 കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് വരെ എഴുതാം, 0.91 വരെ എഴുതാം. ഓക്കെ.